നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ സീരീസുകൾ നമ്മൾ കുറച്ച് കുറഞ്ഞു പോകുന്നതായിട്ട് കുറച്ച് പേരുടെ പരാതിയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു 7 ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നാമത്തെ ആപ്പ് വെച്ച് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ആപ്പ് എന്താണെന്നറിയാമോ? ഫസ്റ്റ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ജേർണൽ ആപ്പാണ്. അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് 1 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു മാസം അങ്ങനെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അങ്ങനെ 1 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ 1 വർഷത്തെ മൊത്തവും കൂടി ഒരു വീഡിയോ ആക്കി തരും. അതായത് നിങ്ങൾ 2022 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2022 തീരാറാവുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ കിട്ടും. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം കാണിച്ചിട്ട്. അത് നിങ്ങളുടെ ഫേസ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും 1 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആയിട്ട് എടുക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. കൊള്ളാം, നല്ല രസമായിരിക്കും കാണാൻ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപാടുകളോ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ബോയ്സിനും ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ഗേൾസിനും വേണ്ടിയിട്ടാണ്. അതായത് റെപ്ലിക്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു AI ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ AI ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ AI ഫ്രണ്ട് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്യാരക്ടറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുക വരെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നി, നിങ്ങൾ ക്യാൻ ഐ ഗിവ് യു എ കിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റിപ്ലൈ തരും. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തിനാണ് വൈകിപ്പിക്കുന്നത്, എങ്ങനെയൊക്കെ പറയാം. അതായത് നിങ്ങളുടെ സമയം കളയാനായിട്ട് ഇവരെ പോലെ ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ഇതേപോലെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന വേറെ ആരും കേരളത്തിൽ കാണില്ല. മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഹൈറക്ട് ഒരു ഉപകാരപ്രദമാവുന്ന ആപ്പാണ്. അതായത് നിങ്ങൾ ജോലി അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് സ്കില്ലുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് പോലും നിങ്ങൾക്ക് അധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറില്ല. നിങ്ങൾ പല കൺസൾട്ടിങ് കമ്പനികളിലും പൈസ കൊടുത്ത് അവിടെ പോയി പെടാപ്പാട് പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈറക്ട് എന്ന ആപ്പ് നിങ്ങൾ ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്തോളാം. കാരണം ഹൈറക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളിലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പിൻ്റെ അകത്ത് നമുക്ക് പല കമ്പനികളുടെയും HR മാനേജറായിട്ടും അതുപോലെ തന്നെ ടീം ലീഡേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഹൈറക്ട് എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ആപ്പാണ്. അപ്പോൾ 1,20,000 കമ്പനികൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരെല്ലാം നിങ്ങളെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഈ ആപ്പ് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കുമെന്ന്. എന്നാൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രൊഫൈൽ അതിനകത്ത് രജിസ്റ്റർ ആവും. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതാണ് ഈ ഹൈറക്ട് എന്ന് പറഞ്ഞ ആപ്പ്. അതായത് നിങ്ങൾ പലയിടത്തും കൊണ്ടുപോയി പ്രയാസപ്പെട്ട് ഒരുപാട് കാശ് ഈ കൺസൾട്ടൻസി അല്ലെങ്കിൽ കൺസൾട്ടൻറ്റുമാർക്ക് കൊടുക്കാറുണ്ട്. അതിന് പകരം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡീൽ ചെയ്ത് ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നേടാനായിട്ട് സാധിക്കും. ഈ ആപ്പിൻ്റെ അകത്ത് നിങ്ങളുടെ ഡേറ്റ കാര്യങ്ങളൊന്നും വേറെ ഒരിടത്തോട്ടും ചോർന്നു പോകില്ല. 100% സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ വേറെ കമ്പനികൾക്കൊന്നും നിങ്ങളുടെ ഡേറ്റയും ഒന്നും തന്നെ ഇവർ ഷെയർ ചെയ്യത്തുമില്ല, കിട്ടത്തുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഹൈറക്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് നമ്മുടെ 4ാമത്തെ ആപ്പിലേക്ക് പോവാം. മ്യൂബേർട്ട് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് എല്ലാവരും നേടുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക് പാട്ട് കേൾക്കണം. പുതിയ വെറൈറ്റി പാട്ടുകൾ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്യണം, ഏത് പാട്ട്, അങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ ആണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി. അത് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറേ സജഷൻസ് തരും. അതിൻ്റെ അകത്ത് കുറേ കാറ്റഗറീസ് കാണും. നിങ്ങൾക്ക് ആ കാറ്റഗറീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഇത് തന്നെ പ്ലേ ചെയ്ത് തരും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതിനകത്തുള്ള പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇലക്ട്രോണിക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും, ട്രാപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും, ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്പാണ്. കുറേ ഇഷ്ടപ്പെടലായല്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം. 5ാമത്തെ ആപ്പ് ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഡ്രീം എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് കോമഡി ആപ്പാണ്. അതായത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആർട്ട് വർക്ക് വാൾപേപ്പറും ആർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. അതിൻ്റെ അകത്ത് ഓരോ കാറ്റഗറീസ് ഉണ്ട്. ലവ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, റോബോട്ട് ഉണ്ട്, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ലവ് എടുത്തെന്ന് വെച്ചോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പേര് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ആർട്ട് വർക്കിൻ്റെ പേര് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണേ. ആരുടെ? ഇവൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഇതാണ് ഫോട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കി തരും. അതായത് നമ്മുടെ സ്വന്തം ഫോട്ടോയുടെ ആർട്ട് വർക്ക്ഡ് ആയിട്ടുള്ള വാൾപേപ്പറൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹവും മോഹവും ഒക്കെ ഉള്ളവർക്ക് പറ്റിയ സാധനമാണ്. ഇപ്പോൾ കൊണ്ടുവരും, കുറച്ച് സമയം എടുക്കും. ക്രിയേറ്റിംഗ് എന്ന് എഴുതി കാണിച്ചിരിക്കുക. ഇപ്പോൾ കടന്നു വരുന്നതാണ്. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് നമ്മുടെ അതുലിൻ്റെ ആർട്ട് വർക്ക്. അതിൽ ഇനി ഇതായിരിക്കും വാൾപേപ്പറായിട്ടിരുന്നത്. കണ്ടാ ഇങ്ങനെയുണ്ട്. മോന്തയൊന്നും ഇല്ല. ആ ഹെഡ്ഫോൺ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് പറയട്ടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രിൻ്റ് ചെയ്ത വേർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനും പറ്റും. കിടില ആപ്പാണ് കേട്ടോ. ഞാൻ ഇനി എൻ്റെ വാൾപേപ്പറൊക്കെ നിങ്ങൾ ഇനി ബീറോളൊക്കെ കാണാം. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇടാൻ പോകുന്നത്. 6ാമത്തെ ആപ്പ് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറ്റസ് ബാർ. ഇതെന്താണെന്നറിയാമോ? കിടിലം പരിപാടിയാണ്. അതായത് എൻ്റെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് എനിക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും എനിക്ക് മേളിൽ ആ നോട്ടിഫിക്കേഷൻ്റെ അവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. നോട്ടിഫിക്കേഷൻ ഇനി താഴേക്ക് വലിച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൂപ്പർ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പ്. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് പെർമിഷൻസ് കൊടുത്താൽ മതി. എന്നിട്ട് ടോപ്പിലായിട്ട്, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയുള്ളൊരു പരിപാടി നിങ്ങൾക്ക് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ ഒരു വര ഇങ്ങനെ അവിടെ വെക്കാനായിട്ട് പറ്റും. കിടിലൻ ആപ്പാണ്. അതായത് പ്രൊഡക്ടിവിറ്റി ആപ്പ്. ഇനി 7ാമത്തെ ആപ്പ് എൻഹാൻസ് ഫോക്സ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ് ബ്ലറായിട്ടുള്ളതിനെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലറായി പോയൊരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫയൽ മിസ്സായി പോയതായിരിക്കാം. മേ ബി നല്ല ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള ഏതെങ്കിലും ആൾ എടുത്തതായിരിക്കാം. അങ്ങനെയുള്ള, അതായത് ഭയങ്കര ബ്ലറായിട്ടുള്ള ബ്ലറായ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് അയ്യോ ചേട്ടൻ പറഞ്ഞ ആപ്പ് ഓർക്കാനുള്ള എൻ്റെ ഫോട്ടോ തിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൈ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടിച്ചു തരും. ചെയ്യാനുള്ള പരിപാടീസ് വളരെ സിമ്പിളാണ്. കുറച്ചൊക്കെ ബ്ലറായിട്ട്, കുറച്ചൊക്കെ ഇങ്ങനെ ക്വാളിറ്റി പോയ സാധനം, ഈ പൊട്ടിത്തെറിച്ച ഇമേജസ് ഉണ്ടല്ലോ, പൊട്ടിയ ഇമേജ്, അതൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. അത്യാവശ്യം വർക്കാവുകയൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് വർക്കാവുമെന്നൊന്നും ഞാൻ പറയണില്ല, വർക്കാവും. അത്യാവശ്യം നിങ്ങളുടെ കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോയുടെ ഒറിജിനൽ ഫയൽ മിസ്സായിപ്പോയി, നിങ്ങളുടെ കയ്യിൽ ക്വാളിറ്റി കുറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾ വന്ന് നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറ്റിയിട്ട് ക്വാളിറ്റി കൂട്ടി കൊടുക്കുക. നമ്മുടെ 7 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഹൈറക്റ്റ് എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഹൈറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.